ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളാണ്, കൂടാതെ തന്നെ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. കുഞ്ഞുനാൾ മുതൽ എൻ്റെ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയണേ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മളുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു സവാള അരിഞ്ഞു വെക്കുക, ചെറുത് മതി. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ആ സവാളയുടെ ഒപ്പം തന്നെ നമ്മൾ ചേർത്താൽ മതി. അപ്പോൾ ഇതിനൊക്കെ മുന്നേ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ് നമ്മൾ എടുക്കേണ്ടത്. റോസ്റ്റഡ് റവ തന്നെ നമ്മൾ ഒന്നുകൂടെ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും. ആ നെയ്യുടെ ആ ഒരു ഫ്ലേവർ അതിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യിലേക്കാണ് നമ്മൾ റവ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് മാറ്റിയൊരു പ്ലേറ്റിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് നമ്മളുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി സവാളയാണ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ആഡ് ചെയ്യാം, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഇത് താരക്കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പച്ചമുളക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവൾ തീരെ കഴിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പച്ചമുളക് സ്കിപ്പ് ചെയ്യാണ്. എരിവ് വേണ്ടവർ ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്യാം. അതത്രയും ഇട്ട് ഇത് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേന് നമ്മൾ ഓൾറെഡി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും ക്യാരറ്റും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ വീണ്ടും ഒന്നുകൂടെ സോട്ട് ചെയ്ത് അതിൻ്റെ ഒരു പച്ച മറിയെന്ന് തോന്നുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര ഗ്ലാസ് റവയാണോ എടുക്കുന്നത് അത്രയും തന്നെ വെള്ളം എടുക്കണം. 3 ഗ്ലാസ് റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം തന്നെ എടുക്കണം. 1 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ അത്രയും ആ വെള്ളത്തിൻ്റെ അളവ് കൂടാനും കുറയാനും പാടില്ല. എന്നാൽ മാത്രമേ നോൺ സ്റ്റിക്കി ആയിട്ട് ഒന്നൊന്നിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ റവ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഇളക്കുന്ന സമയത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വേണം എടുക്കാൻ. നല്ലപോലെ ഒന്ന് മിക്സ് ആയെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും വേവിക്കാം. വളരെ ലോ ഫ്ലെയിമിലാണ് റവ ഇട്ടതിന് ശേഷം ഇത് വേവിക്കേണ്ടത്. ഫ്ലെയിം കൂട്ടാനും പാടില്ല, അതുപോലെ തന്നെ മീഡിയം വെക്കാൻ പാടില്ല. ലോയിലിട്ട് തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് വെന്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ ഒന്നൊന്നേ തൊടാണ്ട് സ്റ്റിക്കി ആവാണ്ട് വിട്ട് വരുന്ന ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലേശം പഞ്ചസാര ഇട്ടാണ് ഞാൻ കഴിക്കുന്നത്. ലേശം പഞ്ചസാര മാത്രം മതി, അത്ര ടേസ്റ്റിയാണ്. ഓൾറെഡി നമുക്ക് ഇതിനകത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ നമുക്ക് പനീറല്ല മട്ടർ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അത് കുട്ടികൾ പെറുക്കി കളയുകയുള്ളൂ, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ